സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഭരണഘടനയുടെ 8ാം പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്, ഭരണഘടനയുടെ 8ാമത്തെ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്താണ്? ഭാഷകളാണ്. ഭാഷകളാണ് ഭരണഘടനയുടെ 8ാമത്തെ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ആദ്യം ഭരണഘടനയിൽ 14 ഭാഷകളാണ് ഉണ്ടായിരുന്നത്. നിലവിൽ 22 ഭാഷകളാണ് ഉള്ളത്. അപ്പോൾ ഭരണഘടനയുടെ 8ാം പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഭാഷകളാണ്. നിലവിൽ ഭരണഘടനയിലെ 8ാം പട്ടികയിലുള്ള ഭാഷകളുടെ എണ്ണം എന്ന് പറയുന്നത് 22 ആണ്. അടുത്ത ചോദ്യം, ഏത് മൂലകത്തിന്റെ അറ്റോമിക നമ്പറാണ് 100? ഏത് മൂലകത്തിന്റെ അറ്റോമിക നമ്പറാണ് 100? ഫെർമിയം. ഫെർമിയത്തിന്റെ അറ്റോമിക നമ്പറാണ് 100. അറ്റോമിക നമ്പർ 100 ആയ മൂലകം ഏത് എന്ന് ചോദിക്കാം. ഏതാണ്? ഫെർമിയം ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുമായിട്ട് ഏറ്റവും നീളം കൂടിയ അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശാണ്. ഇന്ത്യയുമായിട്ട് ഏറ്റവും നീളം കൂടിയ അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശ് ആണ്. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത് ഏത്? ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് വായിക്കാം. അമിത രക്തസമ്മർദ്ദം, പക്ഷാഘാതം, ഫാറ്റി ലിവർ, മലേറിയ എന്നിവയാണ്. ഇതിൽ ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത് ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം ഏതാണ്? മലേറിയയാണ്. മലേറിയയാണ് ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത്. മലേറിയയ്ക്ക് കാരണമാകുന്നത് പാരസൈറ്റ്സ് ആണ്. മലേറിയയ്ക്ക് കാരണമാകുന്നത് പാരസൈറ്റ് ആണ്. അമിത രക്തസമ്മർദ്ദം, പക്ഷാഘാതം, ഫാറ്റി ലിവർ എന്നിവയെല്ലാം എന്താണ്? ജീവിതശൈലി രോഗങ്ങൾ ആണ്. അടുത്ത ചോദ്യം, മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേര്. ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേരാണ് സ്നേഹക്കൂട്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, സ്നേഹക്കൂട്. അടുത്ത ചോദ്യം, കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഇവിടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ 3 എണ്ണമാണ്. കേരളത്തിലെ വൈദ്യുത ഉൽപാദനത്തിന്റെ പ്രധാന സ്രോതസ് എന്ന് പറയുന്നത് ജലമാണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇതിലെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാം എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. കേരളത്തിലെ വൈദ്യുത ഉൽപാദനത്തിന്റെ പ്രധാന സ്രോതസ് എന്ന് പറയുന്നത് ജലമാണ്. ശരിയാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ ആണ്. ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. ശരിയാണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ ആദ്യത്തെ പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്ന കായൽ. ആദ്യത്തെ നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്ന കായൽ ഏതാണ്? ആക്കുളം കായലാണ്. തിരുവനന്തപുരം ജില്ലയിലെ ആക്കുളം കായലാണ് കേരളത്തിലെ ആദ്യത്തെ നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്ന കായൽ. ആക്കുളം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണം ഏത്? പടിഞ്ഞാറൻ തീരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ തന്നിരിക്കുന്നു തൂത്തുക്കുടി, മഹാബലിപുരം, ധാമൻ, വിശാഖപട്ടണം എന്നിവ. ഇതിൽ പടിഞ്ഞാറൻ തീരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? ധാമനാണ്. ധാമൻ. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്ന നർമ്മദാ നദിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരി ഏതാണ്? നർമ്മദാ നദി.
അമർകണ്ട് പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് നർമ്മദ. നർമ്മദ നദി പടിഞ്ഞാറേക്ക് ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ എ 1ഉം 2ഉം ശരിയാണ്. നർമ്മദ നദി ഉത്ഭവിക്കുന്നത് അമർകണ്ട് പീഠഭൂമിയിൽ നിന്നുമാണ്. ശരിയാണ്. പടിഞ്ഞാറോട്ടൊഴുകി നർമ്മദ നദി എവിടെ പതിക്കുന്നു? അറബിക്കടലിൽ പതിക്കുന്നു. ശരിയാണ്. അമർകണ്ട് പീഠഭൂമിയിൽ നിന്നുമാണ് നർമ്മദ നദി ഉത്ഭവിക്കുന്നത്. അതുപോലെ നർമ്മദ നദി പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്നു എന്നിവ ശരിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് കാലത്താണ്? ഏത് കാലമാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ? ഇറ്റാനഗർ എന്നത് ഏത് സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ്? ഇറ്റാനഗർ അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനമാണ്. അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്? 1ാം സ്ഥാനം ഏത് സംസ്ഥാനത്തിനാണ്? ഉത്തർപ്രദേശിനാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. മഹാരാഷ്ട്ര 2ാം സ്ഥാനം. 2014 ജൂൺ മാസം 2-ാം തീയതി ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ സംസ്ഥാനം ഏത് വർഷം? 2014 ജൂൺ മാസം 2-ാം തീയതി ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ സംസ്ഥാനം ഏതാണ്? തെലുങ്കാന സംസ്ഥാനമാണ്. അപ്പൊ തെലുങ്കാന സംസ്ഥാനം നിലവിൽ വന്ന വർഷം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് ഉത്തരം? 2014 ജൂൺ മാസം 2-ാം തീയതി. ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം. ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? വിസരണമാണ്. വിസരണം. ബിഗ് ഇഞ്ച് ഏത് രാജ്യത്തെ പെട്രോളിയം പൈപ്പ് ലൈൻ ആണ്? ബിഗ് ഇഞ്ച് എന്നത് USA പെട്രോളിയം പൈപ്പ് ലൈൻ ആണ്. USA. ചുവടെ കൊടുത്തവയിൽ നിന്നും ശ്വാസകോശ രോഗമല്ലാത്തത് തിരഞ്ഞെടുക്കുക. ശ്വാസകോശ രോഗം അല്ലാത്തത്. ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ആസ്മ, എംഫിസിമ, നെഫ്രൈറ്റിസ്, ബ്രോങ്കൈറ്റിസ് എന്നിവയാണ്. ഇതിൽ ശ്വാസകോശ രോഗമല്ലാത്തത് ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്. നെഫ്രൈറ്റിസ് ആണ്. നെഫ്രൈറ്റിസ് ബാധിക്കുന്നത് വൃക്കയെയാണ്. വൃക്കയെ ബാധിക്കുന്നതാണ് നെഫ്രൈറ്റിസ്. ആസ്മ, എംഫിസിമ, ബ്രോങ്കൈറ്റിസ് എന്നിവയെല്ലാം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങളാണ്. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യ സമരകാലത്ത് ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തിയത് എവിടെയാണ്? സ്വാതന്ത്ര്യ സമരകാലത്ത് ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തിയത് ദണ്ഡിയാണ്. ദണ്ഡി കടപ്പുറത്താണ് ഉപ്പ് സത്യാഗ്രഹം നടത്തിയത്. ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1930 ഉപ്പ് സത്യാഗ്രഹം നടന്നത്. 1930. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇടയാക്കിയ യുദ്ധങ്ങൾ ഏതെല്ലാമാണ്? ആരാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇടയാക്കിയ യുദ്ധങ്ങൾ? പ്ലാസി യുദ്ധവും ബക്സാർ യുദ്ധവുമാണ്. പ്ലാസി യുദ്ധവും ബക്സാർ യുദ്ധവുമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇടയാക്കിയ യുദ്ധങ്ങൾ. ഇനി പ്ലാസി യുദ്ധം നടന്നത് ഏത് വർഷമാണെന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. 1757 ജൂൺ 23. 1757 ജൂൺ 23. അതുപോലെ ബക്സാർ യുദ്ധം എവിടെയാണ് നടന്നത്? ബീഹാറിൽ. ഇപ്പോഴത്തെ ബീഹാറിലായിരുന്നു ബക്സാർ യുദ്ധം നടന്നത്. 1764. 1764 ഒക്ടോബർ 22 ഇപ്പോഴത്തെ ബീഹാറിലെ ഒരു പ്രദേശമായിരുന്നു. അവിടെയാണ് ബക്സാർ യുദ്ധം നടന്നത്.
പ്ലാസി യുദ്ധം 1757, ബക്സാർ യുദ്ധം 1764. അടുത്തത് യൂണിയൻ ലിസ്റ്റിൽ പെടുന്നവ. യൂണിയൻ ലിസ്റ്റിൽ ഇവിടെ തന്നിരിക്കുന്ന പോലീസ്, ഭൂനികുതി, പൊതുജനാരോഗ്യം, സെൻസസ്. ഇതിൽ യൂണിയൻ ലിസ്റ്റിൽ പെടുന്നവ ഏത് എന്നതാണ് ചോദ്യം. യൂണിയൻ ലിസ്റ്റ് ഓപ്ഷൻ ഡി ആണ്, സെൻസസ് ആണ്, സെൻസസ്. അടുത്ത ചോദ്യം, കുറ്റം ചുമത്താതെയും വിചാരണ കൂടാതെയും ഏതൊരാളെയും ജയിലിൽ അടയ്ക്കാൻ ഗവൺമെന്റിനെ അധികാരപ്പെടുത്തിയത് ഏതാണ്? റൗലറ്റ് ആക്ട് ആണ്, റൗലറ്റ് നിയമമാണ് കുറ്റം ചുമത്താതെയും വിചാരണ കൂടാതെയും ഏതൊരാളെയും ജയിലിൽ അടയ്ക്കാനായിട്ട് ഗവൺമെന്റിനെ അധികാരപ്പെടുത്തിയത്, റൗലറ്റ് ആക്ട്. പഴശ്ശിരാജയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന. പഴശ്ശിരാജയുമായിട്ട് ബന്ധപ്പെടാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. മലബാർ പ്രദേശത്ത് ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിച്ചു, ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തെ അനുകൂലിച്ചു, ഒളിപ്പോരിൽ പ്രഗത്ഭനായിരുന്നു, ബ്രിട്ടീഷ് അധികാരികളെ വെല്ലുവിളിച്ചു. ഇതിൽ പഴശ്ശിരാജയുമായിട്ട് ബന്ധപ്പെടാത്തത് ഏതാണ്? നികുതി നയത്തെ അനുകൂലിച്ചു എന്ന് പറഞ്ഞതാണ് ബന്ധപ്പെടാത്തത്. ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തെ അനുകൂലിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു, അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പം മലബാർ പ്രദേശത്ത് ശക്തമായിട്ടുള്ള പ്രക്ഷോഭം സംഘടിപ്പിച്ചു ആര്? പഴശ്ശിരാജ, ശരിയാണ്. പഴശ്ശിരാജ ഒളിപ്പോരിൽ പ്രഗത്ഭനായിരുന്നു, ശരിയാണ്. അതുപോലെ ബ്രിട്ടീഷ് അധികാരികളെ വെല്ലുവിളിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു, അതും ശരിയാണ്. അടുത്ത ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? A.K. ഗോപാലൻ. A.K. ഗോപാലൻ. നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഏത് എന്ന് കമന്റ് ചെയ്യുക. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം. അടുത്ത ചോദ്യം, കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിച്ചവ കണ്ടെത്തുക. ശരിയായത് ഏത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്? മത്സ്യബന്ധന തുറമുഖം, അവ സ്ഥിതി ചെയ്യുന്ന ജില്ല. തന്നിരിക്കുന്നു നീണ്ടകര തിരുവനന്തപുരം, അഴീക്കൽ കണ്ണൂർ, പൊന്നാനി മലപ്പുറം, കായംകുളം എറണാകുളം. ഇതിൽ ശരിയായിട്ടുള്ളത് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഓപ്ഷൻ എ. ഏതൊക്കെയാണ്? 2, 3 എന്നിവ ശരിയാണ്. അഴീക്കൽ കണ്ണൂർ ജില്ലയിലാണ്, അതുപോലെ പൊന്നാനി മലപ്പുറം ജില്ലയിലാണ്. ഇത് രണ്ടും ശരിയാണ്. അഴീക്കൽ കണ്ണൂർ, പൊന്നാനി മലപ്പുറം. നീണ്ടകര എവിടെയാണ്? നീണ്ടകര തുറമുഖം, നീണ്ടകര മത്സ്യബന്ധന തുറമുഖം കൊല്ലം ജില്ലയിലാണ്. അതുപോലെ കായംകുളം എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ്. നീണ്ടകര എവിടെയാണ്? കൊല്ലമാണ്. കായംകുളം എറണാകുളമാണ്. കായംകുളം എവിടെയാണ്? ആലപ്പുഴയാണ്, ആലപ്പുഴ. നീണ്ടകര കൊല്ലം ജില്ല, കായംകുളം ആലപ്പുഴ ജില്ല, അഴീക്കൽ കണ്ണൂർ, പൊന്നാനി മലപ്പുറം. അടുത്ത ചോദ്യം, അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത്. അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് എവിടെ നിന്നുമാണ്? വില്ലുവണ്ടി യാത്ര നടത്തിയത് വെങ്ങാനൂരിൽ നിന്നുമാണ്. വെങ്ങാനൂര്. വില്ലുവണ്ടി യാത്ര, പ്രശസ്തമായ വില്ലുവണ്ടി യാത്ര നടത്തിയത് ആര് എന്ന് ചോദിക്കാറുണ്ട്. ആരാണ്? അയ്യങ്കാളിയാണ്. എവിടെ നിന്നുമാണ്? വെങ്ങാനൂരിൽ നിന്നുമാണ്. വെങ്ങാനൂർ. അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം ഏത് എന്ന് ചോദിച്ചാൽ 1893 ആണ്. 1893. അടുത്ത ചോദ്യം, ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ മത സാമൂഹിക പ്രസ്ഥാനം. ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ മത സാമൂഹിക പ്രസ്ഥാനം ഏതാണ്? ബ്രഹ്മസമാജമാണ്. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ്. ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ മത സാമൂഹിക പ്രസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ബ്രഹ്മസമാജമാണ്. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. അടുത്ത ചോദ്യം, കൃഷി വകുപ്പ് മന്ത്രി ആരാണ്? കൃഷി വകുപ്പ് മന്ത്രി, കേരളത്തിന്റെ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ആണ്. പി പ്രസാദ്. അമേരിക്കൻ മോഡൽ ഭരണ പരിഷ്കാരത്തിനെതിരെ കർഷകർ നടത്തിയ സമരം.
അമേരിക്കൻ മോഡൽ ഭരണ പരിഷ്കാരത്തിനെതിരെ കർഷകർ നടത്തിയ സമരം? പുന്നപ്ര വയലാർ സമരമാണ്. പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഏതാണ്? 1946 പുന്നപ്ര വയലാർ സമരം നടന്നത്. 1946. യുഗപുരുഷൻ എന്ന ചലച്ചിത്രം ആരുടെ ജീവിതകഥയാണ്? ചലച്ചിത്രത്തിന്റെ പേര് യുഗപുരുഷൻ. ആരുടെ ജീവിതകഥയാണ്? ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതകഥയാണ് യുഗപുരുഷൻ എന്ന ചലച്ചിത്രം. തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടുള്ള ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ്? തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടുള്ള ഭരണഘടന ആർട്ടിക്കിൾ 17 ആർട്ടിക്കിൾ 17. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത്? ഉത്തരം ഭരണഘടന പ്രതിവിധിക്കുള്ള അവകാശത്തെയാണ്. അപ്പം ഭരണഘടന പ്രതിവിധിക്കുള്ള അവകാശത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിക്കാറുണ്ട്. ആരാണ്? BR അംബേദ്കർ ആണ്. BR അംബേദ്കർ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി 1975 ഇന്ദിരാഗാന്ധി ആരംഭിച്ച പരിപാടി ഏതാണ്? 20 ദിന പരിപാടിയാണ്. 20 ദിന പരിപാടി ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ദിരാഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 20 ദിന പരിപാടിയുടെ ലക്ഷ്യം എന്തായിരുന്നു? ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ഇത് ആരാണ് ആരംഭിച്ചത്? ഇന്ദിരാഗാന്ധിയാണ്. ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏത്? ഇവിടെ തന്നിരിക്കുന്നു 4 കുറഞ്ഞ മൂലധനം, പരിസ്ഥിതി സൗഹാർദ്ദം, ഇറക്കുമതിയെ വലിയ തോതിൽ ആശ്രയിക്കേണ്ടി വരുന്നില്ല, കാർവേ കമ്മിറ്റി എന്നിവ. എന്തുമായിട്ട്? ചെറുകിട വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട് തന്നിരിക്കുന്നതാണ് ഇത്. ഇതിൽ ശരിയായത് ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2, 3, 4. 4 പോയിന്റ്സും ശരിയാണ്. ചെറുകിട വ്യവസായം, കുറഞ്ഞ മൂലധനം, പരിസ്ഥിതി സൗഹാർദ്ദം, ഇറക്കുമതിയെ വലിയ തോതിൽ ആശ്രയിക്കേണ്ടി വരുന്നില്ല, കാർവേ കമ്മിറ്റി എന്നിവയെല്ലാം ചെറുകിട വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ ആണ്. ശരിയായ പോയിന്റ്സ് ആണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുവാൻ 1948 നിയമിച്ച കമ്മീഷൻ. എന്തിനെക്കുറിച്ച്? സർവകലാശാല വിദ്യാഭ്യാസം. സർവകലാശാല വിദ്യാഭ്യാസം. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. മതികെട്ടാൻചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? മതികെട്ടാൻചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിൽ ആണ്? ഉടുമ്പൻചോലയാണ്. ഉടുമ്പൻചോല താലൂക്കിലാണ് മതികെട്ടാൻചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഉടുമ്പൻചോല. പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്നത് ഏത് നദിയാണ്? ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയാണ് പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണിനം ചെങ്കൽ മണ്ണാണ്. ചെങ്കൽ മണ്ണ് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണിനം. ചെങ്കൽ മണ്ണ് അഥവാ ലാറ്ററൈറ്റ് മണ്ണ്. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണിനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? എക്കൽ മണ്ണാണ്. എക്കൽ മണ്ണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണിനം. കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നതാണ് ചെങ്കൽ മണ്ണ് അഥവാ ലാറ്ററൈറ്റ് മണ്ണ്. അടുത്ത ചോദ്യം, പത്മശ്രീ ലഭിച്ച കേരളത്തിലെ ആദ്യ കായിക താരം. പത്മശ്രീ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ കായിക താരം MD വത്സമ്മയാണ്. MD വത്സമ്മ. അടുത്തത്, സൈലന്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? ഏത് ദേശീയോദ്യാനം? സൈലന്റ് വാലി. തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നു
വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നു. ചീവീടുകൾ അപൂർവമായതുകൊണ്ട് ഈ പ്രദേശത്തിന് നിശബ്ദ താഴ്വര എന്ന് പേര് വന്നത്. 1984 നിലവിൽ വന്ന ഇത് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? തെറ്റായിട്ടുള്ളത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായിട്ടുള്ളത് ഏതാണ്? അത് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതാണ് തെറ്റ്. ഓപ്ഷൻ സി 3 മാത്രം. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയാണ്. പാലക്കാട്. സിംഹവാലൻ കുരങ്ങുകൾ സംരക്ഷിത മൃഗം ശരിയാണ്. ചീവീടുകൾ അപൂർവമായതുകൊണ്ടാണ് ഈ പ്രദേശത്തിന് നിശബ്ദ താഴ്വര എന്ന് പേര് വന്നതും ശരിയാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ കായിക രംഗവുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കായിക രംഗം പ്രസ്താവനകൾ വായിക്കാം. കായിക കേരളത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ഗോദവർമ്മ രാജയാണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിതയാണ് പി.ടി. ഉഷ. ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരൻ ജിമ്മി ജോർജ് ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ശരിയായിട്ടുള്ളത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ് എന്നതാണ് ഉത്തരം. കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗോദവർമ്മ രാജയാണ്. ഒരു പ്രാവശ്യം ചോദിച്ചിരുന്നു PSC GV രാജ എന്ന് തോന്നിട്ട് ഫുൾ ആയിട്ടുള്ള പേര് എന്താന്ന്. അപ്പൊ GV രാജ, ഗോദവർമ്മ രാജ. അപ്പൊ കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഗോദവർമ്മ രാജ അല്ലെങ്കിൽ GV രാജ. ഇനി ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിതയാണ് പി.ടി. ഉഷ. ശരിയാണ്. ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരൻ ജിമ്മി ജോർജ് ആണ്. ശരിയാണ്. അടുത്ത ചോദ്യം, ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന ജില്ല. ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. എറണാകുളം. ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികളുള്ള ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികളുള്ള ജില്ല എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ല. എത്ര മുനിസിപ്പാലിറ്റികളാണുള്ളത്? 13 മുനിസിപ്പാലിറ്റികളാണ് ഉള്ളത്. 13. 2015 കേരള സർക്കാർ സവിശേഷ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ച പ്രകൃതി ദുരന്തം ഏതാണ്? 2015 ഇടിമിന്നലാണ്. ഇടിമിന്നൽ. പിടിമിന്നലിനെ കേരള സർക്കാർ സവിശേഷ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ് എന്ന് ചോദിക്കാം. ഏത് വർഷമാണ്? 2015 ആണ്. നവംബർ 26 പ്രാധാന്യം ചൂടെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഇവിടെ തന്നിരിക്കുന്നു. ദേശീയ നിയമദിനം, ദേശീയ ഭരണഘടനാ ദിനം, ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം, പൗരദിനം. നവംബർ 26 ചോദിച്ചിരിക്കുന്നത് എന്താണ്? ശരിയായിട്ടുള്ളത് പ്രാധാന്യം ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2 എന്നിവയാണ്. ദേശീയ നിയമദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 26 ആണ്. ദേശീയ നിയമദിനം നവംബർ 26. അതുപോലെ ദേശീയ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നതും നവംബർ 26 ആണ്. നവംബർ 26 ദേശീയ നിയമദിനം, ദേശീയ ഭരണഘടനാ ദിനം. അടുത്ത ചോദ്യം, ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് IREL ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുംബൈയിലാണ്. മുംബൈ. പായ് വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? പായ് വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരനാണ് അഭിലാഷ് ടോമി. അഭിലാഷ് ടോമി. അടുത്ത ചോദ്യം, ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന്റെ UGCയുടെ രൂപവൽക്കരണത്തിന് കാരണമായത് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. 1ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് UGC നിലവിൽ വന്നത്. ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന UGCയുടെ ആദ്യ ചെയർമാൻ ശാന്തി സ്വരൂപ് ഭട്നഗർ ആണ്. ശരിയായിട്ടുള്ളത് ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1, 2, 3 എന്നിവ ശരിയാണ്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന്റെ രൂപവൽക്കരണത്തിന് കാരണമായത് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. ശരിയാണ്. 1ാം പഞ്ചവത്സര പദ്ധതിക്കാലത്താണ് UGC നിലവിൽ വന്നത്. ശരിയാണ്. ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന UGCയുടെ ആദ്യ ചെയർമാൻ ശാന്തി സ്വരൂപ് ഭട്നഗർ ആണ്. ശരിയാണ്.
അടുത്ത ചോദ്യം, സൗരയൂഥത്തിലെ 5ാമത്തെ വലിയ ഗ്രഹം ഏതാണ്? സൗരയൂഥത്തിലെ 5ാമത്തെ വലിയ ഗ്രഹമാണ് ഭൂമി. എത്രാമത്തെ? 5ാമത്തെ. പരിസ്ഥിതി സൗഹാർദ്ദപരമായ വാഹനങ്ങളുടെ നിർമ്മാണവും വിപണനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് 2015 ഏപ്രിൽ 1 കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച പരിപാടി. 2015 ഏപ്രിൽ 1 ഫെയിം ഇന്ത്യയാണ്. ഫെയിം ഇന്ത്യ. പൂർണ്ണമായും മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം. പൂർണ്ണമായിട്ടും മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം ഏതാണ്? സംക്ഷേപ വേദാർത്ഥമാണ്. സംക്ഷേപ വേദാർത്ഥം ആരുടേതാണ്? ക്ലമന്റ് പിയാനിയസ്. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്, കണ്ടൽ ചെടികൾ വെച്ചുപിടിപ്പിക്കുന്നതിനും സംരക്ഷണം നൽകുന്നതിനും നേതൃത്വം കൊടുത്ത വ്യക്തി. കണ്ടൽ ചെടികൾ. ഉത്തരം കല്ലേൽ പൊക്കുടനാണ്. കല്ലേൽ പൊക്കുടൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കണ്ടൽ ചെടികൾ. 50 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. നിങ്ങൾക്കിതിൽ എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്